ഒരു പ്രദേശത്തെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും കുടിവെള്ളത്തിന് പകരമായിട്ട് ലഭിക്കുന്നത് ഡീസലും പെട്രോളുമാണ്. സംഭവം കൊല്ലം അഞ്ചാലമൂടിൽ കിണറുകളിൽ ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തി. 60ഓളം കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വേനൽ കടുത്തതോടെ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്നും കുടിവെള്ളത്തിന് പകരമായി ലഭിക്കുന്നത് ഡീസലും പെട്രോളുമാണ്. കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് കുടുംബങ്ങൾ. അഞ്ചാലുമൂട് സ്വദേശിയായ സുജീഷിന്റെ കുടുംബമാണ് കുടിവെള്ളമില്ലാതെ ഏറെ പൊറുതിമുട്ടുന്നത്. ഇവരുടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും കുടിവെള്ളത്തിനു പകരമായി ലഭിക്കുന്നത് ഡീസലും പെട്രോളും കലർന്ന വെള്ളം. കൂലിപ്പണിക്കാരായി സുജീഷിന് 2 പെൺമക്കളും അമ്മയുമാണുള്ളത്. വെള്ളം കിട്ടാക്കനിയായപ്പോൾ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണിവർ. 2019 മുതൽ ഈ പ്രദേശത്തെ കിണറുകൾ ഈ അവസ്ഥയിലാണ്. ഞാൻ കൗൺസിലറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പം കിണറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണോ ഞാൻ കൗൺസിലറിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അവർ നോക്കട്ടെ എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. സമീപത്തെ പെട്രോൾ പമ്പിലെ സംഭരണ ടാങ്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് കിണറുകളിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും സാന്നിധ്യത്തിന് കാരണമെന്നാണ് പ്രദേശവാസിയായ കൃഷ്ണരാജ് പറയുന്നത്. ഏകദേശം 60-70 കുടുംബങ്ങളുണ്ട് ഇവിടെ. ഈ കുടുംബങ്ങളുടെ എല്ലാം കിണറുകളിൽ ഈ 2019 തൊട്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും സാന്നിധ്യമുണ്ട്. ആന്ധ്രക്കടവൂർ സോണൽ ഓഫീസിൻ്റെ എതിർവശത്തായിട്ട് 2 പമ്പുകളുണ്ട്. ഈ പമ്പുകളിൽ ഇരിക്കുന്ന ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും സ്റ്റോറേജ് ശാസ്ത്രീയമായ രീതിയിലല്ല ആണ് തോന്നുന്നത്. കാര്യം ശാസ്ത്രീയമായ രീതിയിലാണ് ആ സ്റ്റോറേജ് ചെയ്തിരുന്നതെങ്കിൽ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും ഒഴുക്ക് ഇവിടെ വരില്ലായിരുന്നു. അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി കൊടുത്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് കുടിവെള്ളം നിലച്ചിട്ട് മാസങ്ങളായി. കുടിവെള്ളം എത്തിക്കുന്ന വാഹനം പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസമാണ് കുടിവെള്ളം ലഭിക്കാത്തതിനുള്ള കാരണമായി അധികാരികൾ പറയുന്നത്. വേനൽ കനക്കുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. കുടിവെള്ള പരിഹാരത്തിനായി അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.